ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പല്ലൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 1. അല്ലുക്കുഞ്ഞും തെച്ചുട്ടിയും 2 മാസത്തെ വെക്കേഷന് ശേഷം ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇന്നാണ് എനിക്ക് എഡിറ്റ് ചെയ്തൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത് രാവിലെ എപ്പോഴും എന്നത്തെയും പോലെ തെച്ചുട്ടിയാണ് എൻ്റെ ഒപ്പം എഴുന്നേറ്റ് വന്നത് കേട്ടോ. അങ്ങനെ അവൾ എഴുന്നേറ്റ് വന്നിട്ട് എന്തൊക്കെയോ കടിച്ചു എന്ന് പറഞ്ഞിട്ട് തന്നെ പോയിട്ട് മറ്റേ ലാക്ടോകലാമിനൊക്കെ എടുത്തിടുവാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ അവൾക്കിങ്ങനെ അലർജി ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് അവൾക്ക് മുറിയാറുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി ചൊറിയുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ ഒരു ലാക്ടോകലാമിൻ്റെ ലോഷൻ വാങ്ങിച്ചത്. ഇതാകുമ്പോൾ തന്നെ എടുത്തിടും, ആവശ്യം വരുമ്പോൾ ഇട്ടോളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ നേരെ പോയി അല്ലുക്കുഞ്ഞിനെ വിളിച്ചെണീപ്പിച്ചു. ഇനിയിപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഫോളോ ചെയ്തൊരു റൊട്ടീൻ ആയിരിക്കില്ലല്ലോ നമുക്കിനി അങ്ങോട്ട്. ഇത്രയും നാളും കുറേ നേരം ഉറങ്ങാം, ലേറ്റായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനി അങ്ങനെയല്ല, ഒരു 9-9:30 ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഉറക്കണം എന്നാണ് വിചാരിച്ചേക്കണത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ കുറച്ച് നേരത്തെ ഉറക്കാൻ കിടത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് സ്കൂൾ തുറക്കുന്ന ഈ ദിവസം ആകുമ്പോൾ അത് കറക്റ്റ് ഇനി അങ്ങോട്ട് പാലിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ കിടക്കുന്നതാണെങ്കിലും കുറച്ച് നേരത്തെ കിടക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അങ്ങനെ ഇത് അല്ലുക്കുഞ്ഞ് എഴുന്നേറ്റ് വന്നു, പല്ല് തേപ്പിക്കുകയുണ്ടോ. അവൻ എഴുന്നേൽപ്പിക്കലാണ് ഏറ്റവും പാട്. തെച്ചുട്ടി പിന്നെ ജസ്റ്റ് ഒന്ന് വിളിച്ച് അപ്പത്തിന് എഴുന്നേറ്റ് വരും. ചില ദിവസങ്ങളിൽ തന്നെ, ചില ദിവസങ്ങളിലല്ല, മിക്ക ദിവസങ്ങളിലും തന്നെയാണെങ്കിൽ എഴുന്നേറ്റ് വരാറുണ്ട്. അപ്പോൾ അല്ലുക്കുഞ്ഞിന് അങ്ങനെയല്ല കേട്ടോ. നമ്മൾ കുറേ നേരം പോയിട്ട് ക്ലിക്ക് ആക്കി കളിച്ച് കുത്തിപ്പൊക്കിയൊക്കെ എഴുന്നേൽപ്പിച്ചിട്ട് വരണം. അപ്പോൾ ഇന്ന് രണ്ടുപേർക്കും ചോറൊന്നും വേണ്ട, കാര്യം ഇത് ഉച്ചവരെയൊക്കെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ അല്ലുക്കുഞ്ഞിനാണെങ്കിൽ അവിടെ ചോറുണ്ടാകുകയും ചെയ്യും. ദച്ചുട്ടിക്ക് പിന്നെ ചോറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് മുന്നേ തിരിച്ചു പോരാം. അതുകൊണ്ട് തന്നെ ലഞ്ചൊക്കെ നമുക്ക് പതുക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. രാവിലെ 2 പേർക്കും പല്ലൊക്കെ തേപ്പിച്ച് പാലൊക്കെ കൊടുത്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് എന്തായാലും ലീവ് എടുത്തു. കാര്യം 2 പേരെയും 2 സ്കൂളിലാണ് ആക്കണത്. 2 സ്കൂളെന്ന് വെച്ചാൽ ഒത്തിരി ദൂരമൊന്നുമല്ല. അല്ലുക്കുഞ്ഞ് നേരത്തെ KG, LKG, UKG ഒക്കെ പഠിച്ച സ്കൂളിൽ തന്നെയാണ് തെച്ചുട്ടി ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യണത്. അല്ലുക്കുഞ്ഞ് അവിടെ നിന്ന് മാറി താഴത്തെ LP സ്കൂളിലോട്ട് മാറി. ജസ്റ്റ് ഇത്തിരി ഒരു 5-6 അടി നടന്നാൽ മാത്രം മതി താഴത്തെ സ്കൂളിലോട്ട് എത്താനായിട്ട് കേട്ടോ. അപ്പം 2 പേരെയും ഈ ഒരു പ്രവേശനോത്സവം കഴിഞ്ഞിട്ട് 2 സ്ഥലത്താക്കണമല്ലോ. അപ്പം ഞാൻ തന്നെ ആയിക്കഴിഞ്ഞാൽ 2 പേരും കൊണ്ടാക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ഏട്ടായും കൂടെ ഒന്നൊരു ഹാഫ് ഡേ എടുത്തേക്കുവാണേ. ഞാനെന്തേ റെഡിയായിട്ട് വന്ന് എൻ്റെ ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്യുവാണ്. അതല്ലാണ്ടൊരു കളിയില്ല. ഇപ്പോൾ ഒരു നിയർ 1 വർഷമായിട്ട് ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുന്ന സ്റ്റെപ്സൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാ വീഡിയോസിലും ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ടോണർ, പിന്നെ സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡിനെ യൂസ് ചെയ്യണമെന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റും. കുറേയൊക്കെ എനിക്ക് ഒരുപാട് സെയിം ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എനിക്കത് ഒന്ന് ചേഞ്ച് ചെയ്യാൻ തോന്നി. അങ്ങനെ ഞാൻ ചേഞ്ച് ചെയ്യാറുണ്ട് കേട്ടോ. എന്നാലും എനിക്ക് സ്കിന്നിന് പറ്റുന്നത് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഒരു ഓയിൽ പ്ലസ് ഒരു ഡ്രൈ കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ അതിന് പറ്റി നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ 2 പേരെ റെഡിയാക്കി ഇറക്കിയിട്ടുണ്ട്. ഇറങ്ങുന്ന തേട്ട് കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് എന്നോട് കൊണ്ടാക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീടിനടുത്തുള്ള 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. എനിക്ക് ഇവരുടെ സ്കൂളിനടുത്ത് തന്നെയാണ് എനിക്ക് ജോലിക്കും പോകാനുള്ളത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയങ്ങളിൽ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നേരെ അങ്ങ് ജോലിക്ക് പോകാം. തിരിച്ചിറങ്ങുന്ന ടൈമിൽ ഇവർ വിളിച്ചുകൊണ്ട് വരികയും ചെയ്യാം കേട്ടോ. നമ്മൾ വന്നത് കൃത്യസമയത്തായിരുന്നു. പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ അല്ലുക്കുഞ്ഞ് പോട്ടെ, തെച്ചുട്ടിൻ്റെ പ്രീ സ്കൂളിലെ എല്ലാ പിള്ളേരും ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞാനവിടെ പോയിരിക്കുന്നുണ്ട്. പുതിയതായിട്ട് കുറേ പിള്ളേർക്ക് ചേർന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ തെച്ചുട്ടി എൻ്റെ മടിത്തിന് ഇരിപ്പുണ്ട്, അല്ലുക്കുഞ്ഞിൻ്റെ അടുത്തിന് ഇരിപ്പുണ്ട് കേട്ടോ. അല്ലു ശരിക്കും ഇരിക്കേണ്ടത് ഇവിടെ അല്ല, അപ്പുറം 1-ാം ക്ലാസ്സിലെ സെക്ഷനിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ അവിടെ കൊണ്ട് അവൻ ഇരുത്താൻ നോക്കിയിട്ട് അവൻ പറഞ്ഞു വേണ്ട, എൻ്റെ ഒപ്പം ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവന് ബാക്കി ഫ്രണ്ട്സ് എല്ലാം തന്നെ അപ്പുറം ഇരിപ്പുണ്ട്. അല്ലുക്കുഞ്ഞ് LKG, UKG കൂടെ പഠിച്ച എല്ലാ ഫ്രണ്ട്സും അവൻ്റെ ഒപ്പം ഇപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ജോയിൻ ആയോ എന്ന് അറിയത്തില്ല. എന്തായാലും അവന് 2 വർഷമായിട്ട് പരിചയമുള്ള ആൾക്കാരും പരിചയമുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ടിട്ട് അവനൊരു പുതുമയൊന്നുമില്ല, ഒരു പേടി ടെൻഷൻ അങ്ങനെ ഇല്ല. കാരണം കൂടെ ഉള്ളതും എല്ലാം അവനറിയാവുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ 2 വർഷത്തെ പരിചയമുള്ള ഫ്രണ്ട്സ് ആണല്ലോ. അതുകൊണ്ട് അവന് വലിയ ടെൻഷനൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞൊരു ഷോർട്സിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. 1-2 പേര് എനിക്ക് മെസ്സേജ് ആയിട്ട് ചോദിച്ചിരുന്നു കേട്ടോ. എന്താണ് അല്ലുക്കുഞ്ഞിനെ CBSE ചേർക്കാത്ത, ചേച്ചി CBSEയിലല്ലേ പഠിച്ചതെന്നൊക്കെ ഉള്ളത് കേട്ടോ. ഷോർട്സിൽ ഞാൻ എൻ്റെ റീസൺ പറഞ്ഞിരുന്നു. എന്നാലും ജസ്റ്റ് നമ്മൾ പറയുന്നതേ ഉള്ളൂ കേട്ടോ. വേറൊന്നുമല്ല, മെയിനായിട്ട് ഞാൻ ആ പഠിച്ച ടൈമിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആയിട്ടല്ല എൻ്റെ ഒരു സ്കൂൾ കാലം പഠിച്ചു പോകുന്നത്. ഒരുപാട് ചെറിയ രീതിക്കാണെങ്കിലും ട്രോമാസ് കാര്യങ്ങളൊക്കെ എനിക്ക് സ്കൂളിൽ നിന്നൊക്കെ ആണെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ട്, ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും. അപ്പം എൻ്റെ മൈൻഡ് അങ്ങനെയല്ല ആവുള്ളൂ. കാരണം ഞാൻ അവിടെ പഠിച്ചിട്ട് അത്രയും ഒരു വെൽ സെറ്റായിട്ടുള്ള സ്കൂളിൽ പഠിച്ചിട്ട് പോലും ഞാൻ അവൻ്റെ ഒരു ചൈൽഡ്ഹുഡ് അത്ര നല്ലതല്ലായിരുന്നു അവിടെ പഠിച്ചതിൻ്റെ പേരിൽ മീൻസ് അവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളുടെ പേരിൽ. അപ്പോൾ ഞാൻ ഓർത്തു, അല്ലുക്കുഞ്ഞ് വളർന്നു വരുന്നതാണെങ്കിലും അവന് ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് എന്താ പറയുക, സമാധാനമായിട്ട് നിന്ന് പഠിച്ചു പോകാൻ പറ്റുന്നൊരിടം വേണമെന്നുള്ളത് ഞങ്ങൾക്ക് 2 പേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നോക്കിയപ്പോൾ എല്ലാം കൊണ്ട് സൗകര്യമാണ്. ഞങ്ങൾക്ക് കൊണ്ടാക്കാനാണെങ്കിലും വിളിച്ചുകൊണ്ട് വരാനാണെങ്കിലും പിന്നെ അവനറിയുന്ന ഫ്രണ്ട്സൊക്കെയാണ് എല്ലാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ്, CBSE അല്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അവൻ എപ്പോഴും പഠിക്കണത് അല്ലെങ്കിൽ അവൻ നിൽക്കുന്ന സ്ഥലം ഒരു സമാധാനമുള്ള സ്ഥലം അവന് വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ അവന്
കിട്ടാവുന്നിടത്തോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കൂൾ തന്നെയാണ് ഞങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത്. അവൻ്റെ അച്ഛമ്മ മുതൽ പഠിച്ച സ്കൂളാണ്. അച്ഛമ്മ, അച്ഛൻ, വല്ലിച്ച, കൊച്ചച്ച ഒക്കെ പഠിച്ച സ്കൂൾ അത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ അവന് ആ ഒരു ഇടം ഫുൾ പരിചയമാണ്. അവനിപ്പോൾ ഒരു 3 വർഷമായിട്ട് അറിയാവുന്ന സ്ഥലമാണ്. അപ്പോൾ ആദ്യം നമ്മൾ കൊണ്ട് ചേർത്തപ്പോഴും എന്തായാലും അവന് ഇപ്പം ബേസ് കൊടുക്കാനാണെങ്കിൽ പോലും CBSE വേണ്ടെന്ന് നമ്മൾ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അതൊരിക്കലും നമ്മുടെ പിള്ളേർക്ക് അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരില്ലെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൻ നിൽക്കുന്ന സ്ഥലം എന്തുകൊണ്ടും അവന് ബെസ്റ്റാണ്. അവന് ബെസ്റ്റായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അവന് അത്രയും സന്തോഷം സമാധാനം കൊടുക്കുന്നുണ്ട്. കാരണം മക്കളുടെ ഒരു പെരുമാറ്റത്തിൽ അവരുടെ രീതിയിൽ നമുക്ക് മനസ്സിലാവില്ല അവർക്ക് ഹാപ്പി ആണല്ലെന്നുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പം നല്ല ഹാപ്പി തന്നെയാണ് അവിടെ പഠിക്കുന്നതിൽ. അത് ഇനി മാറിക്കഴിഞ്ഞാലായിരിക്കും അവന് സങ്കടം. അതുകൊണ്ട് ഇപ്പം ഇനി അവൻ ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചേക്കുന്ന കാര്യം. ICSEയോ CBSEയോ സ്റ്റേറ്റോ എവിടെ പഠിക്കുന്നു എന്നല്ലല്ലോ കാര്യം. ആ പഠിക്കുന്ന മക്കളുടെ ഒരു സമാധാനമാണ് നമ്മൾ മെയിനായിട്ട് നോക്കണത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ നിന്ന് പഠിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ 1ാം ക്ലാസ്സിൽ നിന്ന് പ്രവേശിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ബാഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ദച്ചുട്ടിക്ക് അതുപോലെ കുഞ്ഞൊരു സ്നാക്സ് ബോക്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ മതിയിൽ പിള്ളേർക്ക് സന്തോഷിക്കാനായിട്ട്. അങ്ങനെ അല്ലുക്കുഞ്ഞിനെ നേരെ ഏട്ടയാണ് കൊണ്ട് സ്കൂളിലൊക്കെ ചേർത്തത്. ദച്ചുട്ടിന് ഞാനാണ് കേട്ടോ LKGയിലോട്ട് ചേർക്കാൻ കൊണ്ടുവന്നത്. പിള്ളേരെല്ലാം കരച്ചിലായിരുന്നു. കാര്യം അവിടെ KG മീൻസ് പ്ലേ സ്കൂളിലെ പിള്ളേരും പുതിയതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ ആ ഭാഗത്തോട്ട് പോയി ഏട്ടയത് ഇവിടെ നിന്നിട്ടുണ്ട് ബാക്കി വീഡിയോസൊക്കെ എടുത്തത്. ഇത്രയാണ് അല്ലുക്കുഞ്ഞിൻ്റെ സ്കൂളിലെ കുട്ടികൾ. പിന്നെ ടീച്ചേഴ്സ് അവിടുത്തെ ടൈമിങ് കാര്യങ്ങളും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കേട്ടു. പിന്നെ ലഞ്ചിൻ്റെ ടൈം ആയപ്പോൾ അവിടെ നിന്ന് തന്നെ അന്ന് ലഞ്ച് കൊടുത്തു കേട്ടോ. അന്നാണെങ്കിൽ അല്ലുക്കുഞ്ഞ് പ്ലേറ്റ് കൊണ്ടുവന്നില്ല. അപ്പം പിറ്റേ ദിവസം മുതൽ പ്ലേറ്റും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കേട്ടോ. ട്യൂസ്ഡേ തേഴ്സ്ഡേ ഒക്കെ എന്തോ പാലും മുട്ട അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ബാക്കി ദിവസങ്ങളൊക്കെ അവിടെ തന്നെയാണ് ഉച്ചയ്ക്കത്തെ ലഞ്ച്. പ്ലേറ്റും ഗ്ലാസ്സൊക്കെ മാത്രം കൊണ്ടുവന്നാൽ മതി. അല്ലുക്കുഞ്ഞ് ഇതുവരെ അങ്ങനെ തന്നെ വാരി കഴിക്കൽ കുറവാണ്. പിന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ ഇരുന്ന് കഴിക്കുമ്പോഴേക്കും അവനെ കഴിച്ചോളും. ഇന്ന് ആദ്യം എടുത്ത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് തന്നെ ഇന്ന് കഴിക്കുന്നുണ്ട്. LKG ഒക്കെ ക്ലാസ്സിലാണെങ്കിൽ പോലും അവിടെ LKG UKG പഠിച്ച സമയത്ത് തന്നെ കഴിക്കും. പക്ഷേ ഭയങ്കര സ്ലോ ആയതുകൊണ്ട് ടീച്ചേഴ്സ് വാരി കൊടുക്കുമായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് വാരി കൊടുക്കാൻ നടക്കില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട് അവിടെ ഫുഡ് തരുന്നതെല്ലാം കഴിച്ചു വേണം. പിന്നെ ആവശ്യത്തിന് വാങ്ങിച്ചാൽ മതി, കുറച്ച് വാങ്ങിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും കൂടെ ക്യൂ ഒക്കെ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുവാണ് കേട്ടോ. പഠിക്കുന്ന ഇത്ര അടുത്തായത് കൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്ന് നമുക്ക് പെട്ടെന്ന് ഓടി വരാനും പറ്റും. നമ്മുടെ വീട്ടിൻ്റെ അവിടുത്തെ 5 മിനിറ്റ് പോലും ഇല്ല കേട്ടോ സ്കൂളിലോട്ടോ. അങ്ങനെ ഇത് അവരുടെ ടീച്ചേഴ്സാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുവാണ് ഇങ്ങനെ ടൈമിങ്ങിൻ്റെ കാര്യങ്ങൾ. പിന്നെ യൂണിഫോം ഒക്കെ ആണെങ്കിൽ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഇട്ടാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൊടുക്കാൻ പോയിട്ട് അവിടെയൊക്കെ ഫുൾ തിരക്കാണ്. ഈ ഒരു ജൂൺ മാസത്തിലെ യൂണിഫോം കിട്ടാനായിട്ട് ഒരു വകുപ്പില്ല. അത്രയ്ക്കും ഫുൾ തിരക്കായെന്ന് പറഞ്ഞു. എന്തായാലും ജൂൺ ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും യൂണിഫോം ഇടേണ്ടി വരും തോന്നുന്നു. പിന്നെ ദച്ചുട്ടിക്കാണെങ്കിലും ഒരു മാസം കഴിഞ്ഞിട്ട് യൂണിഫോം ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ദച്ചുട്ടിക്കും ബുക്സ് അവിടെ നിന്ന് തന്നെ കിട്ടും. ടീച്ചേഴ്സ് ബുക്സൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. LKGയിലുള്ള ഫുൾ ബുക്കും ആ ഒരു സെറ്റിൽ തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് നോട്ട് ബുക്സ് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ബാക്ക് ടു സ്കൂൾ പർച്ചേസിന് പോയപ്പം കുറച്ച് നോട്ട് ബുക്സ് മാത്രമേ വാങ്ങിച്ചോളെ. പിന്നെ ഇറങ്ങി പോരാനായിരുന്നു പാട് കേട്ടോ. കാരണം ഇതുങ്ങളെല്ലാം കൂടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഇതാണ് സ്കൂളിൻ്റെ ഒരു ഫ്രണ്ട് വശം കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഭയങ്കര കളിയാണല്ലോ. കുഞ്ഞ് ദച്ചുട്ടിയും കൂടെ കൂടുന്നുണ്ട്. പിന്നെ ഞാൻ ഓർത്ത് കുറച്ചേരം കളിച്ചോട്ടെന്ന് ഓർത്ത്. കുറേ നാൾ കൂടി 2 മാസം കൂടി അവരെല്ലാം കാണുന്നതല്ലേ. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഇതാണ് സ്കൂളിൻ്റെ ഫ്രണ്ട് വ്യൂ. അല്ലുക്കുഞ്ഞിൻ്റെ സ്കൂള് ക്ലാസ് ഏകദേശം ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ. അവരുടെ ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് മറ്റേ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ദൈവനെയും കൊണ്ട് യൂണിഫോം തയ്പ്പിക്കാൻ കൊടുത്തു. ഞാൻ 3-4 കടയിൽ കയറി. കാര്യം ജൂൺ മാസത്തിൽ കിട്ടുന്ന ഒരു കടയും മീൻസ് ഒരു ടൈലറിങ് ഷോപ്പ് അവിടെ ഇല്ല. അവസാനം പറഞ്ഞ് കണ്ടുപിടിച്ചു ജൂൺ ഒരു 20 ആകുമ്പോൾ യൂണിഫോം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അളവൊക്കെ കൊടുത്തു. 3 ജോഡി യൂണിഫോം ഉണ്ട്. വെനസ്ഡേ ഒരു വേറെ കളറ്, പിന്നെ ബാക്കി എല്ലാ ദിവസങ്ങളുള്ളത് ഒരു മെറൂൺ ക്രീം കോമ്പിനേഷൻ വരുന്നതാണ് കേട്ടോ. നിക്കറും ഷർട്ടും. അങ്ങനെ അതൊക്കെ അവിടെ കൊടുത്തിട്ട് പോന്നു. നേരെ വീട്ടിൽ വന്നു. കുറേ തുണികളൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വിരിച്ചിട്ട് 2 പേർക്ക് ഫുഡ് ഇന്നത്തെ ലേറ്റായിട്ടാണ് കൊടുത്തത്. കാരണം നമ്മൾ അവിടുന്ന് അല്ലുക്കുഞ്ഞ് കഴിച്ചിട്ട് വന്നുകൊണ്ട് തന്നെ ദച്ചുട്ടിക്ക് പിന്നെ കുറച്ച് കഴിച്ചു അവിടെ തന്നെ. അതൊക്കെ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ദച്ചുട്ടിക്കായിട്ട് കുറച്ച് എടുക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനും കഴിക്കാനൊക്കെ ഇരുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് കറികളൊക്കെ ചൂടാക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചൂടാക്കി അങ്ങനെ അവർക്കുള്ള ഫുഡ് എടുക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. കാര്യം അവർക്ക് ബുക്സ് കിട്ടിയല്ലോ. എല്ലാം നമുക്കൊന്ന് ബൈൻഡ് ചെയ്യണം. ബൈൻഡിങ് എനിക്ക് വലിയ കാര്യമായിട്ട് നല്ല ഒരു പെർഫെക്റ്റ് രീതിയിൽ ബൈൻഡ് ചെയ്യാൻ എനിക്ക് കുറച്ച് പാടാണ്. എനിക്ക് അങ്ങനെ കറക്റ്റ് അറിയത്തില്ല. പിന്നെ ഇപ്പോൾ ഏട്ടയെ വന്നിട്ട് ബാക്കിയൊന്ന് ബൈൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്യണം. ഞാൻ പിന്നെ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഇപ്പോൾ പുറത്തൊക്കെ വെയിൽ കൊണ്ട് വന്നതല്ല. അങ്ങനെ വന്ന ഉടനെ ഞാൻ തക്കാളി നാരങ്ങയും കൂടി അരച്ചൊന്ന് ഫേസിലിട്ടു. തക്കാളി നാരങ്ങ അല്ലെങ്കിൽ തൈര്, കാപ്പിപ്പൊടി, പഞ്ചസാര അങ്ങനെയുള്ള മിക്സറൊക്കെയാണ് ഞാൻ 1-2 ദിവസം ഇടവിട്ട് മുഖത്ത് ഇടുന്നത് കേട്ടോ. അതൊക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഞാൻ കിട്ടുന്നതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഒന്ന് കരിവാളിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. അത് ഒരുപാട് നാളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം നമുക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാവുള്ളേ. അങ്ങനത്തെ ഏറ്റവും വന്നപാടെ ബാക്കി ബുക്സും കൂടെ ഒക്കെ ബൈൻഡ് ചെയ്യുവാണ്. പിന്നെ നെയിം സ്ലിപ്പ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പ്രൊമോഷൻ ഭാഗമായിട്ടാണെങ്കിലും 2 വർഷം മുന്നേ ആയിട്ട് കിട്ടിയ ഒരുപാട് നെയിം സ്ലിപ്സ് ഇവിടെ ഇരിപ്പുണ്ട്. അത് സ്കൂളിൻ്റെ പേരൊക്കെ വെച്ച് എഴുതിയതും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നൈറ്റ് നമ്മൾ സൂപ്പും മുട്ടയാണ് ഏട്ടേ കഴിക്കുന്നത്. ഞാനിന്ന് ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. നൈറ്റത്തെ ഫുഡ് കഴിക്കൽ കുറവാണ്. പിന്നെ അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. സൂപ്പ് അല്ലുക്കുഞ്ഞിന് ഇഷ്ടമാണ്, ദച്ചുട്ടിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവരും കഴിച്ചു. പിന്നെ ഞാനെന്ത് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.